വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ അടുത്ത ലെക്ചേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1-ലെ 6-ാമത്തെ ലെക്ചറാണ്. ഈ ലെക്ചറിനകത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹൈവേ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ക്രോസ് സെക്ഷൻ എലമെൻറ്റിലെ ആദ്യത്തെ രണ്ടെണ്ണം പേയ്മെൻറ്റ് സർഫസും അതുപോലെ തന്നെ ക്രോസ് സ്ലോപ്പും ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിൻ്റെ ബാക്കി 5 ക്രോസ് സെക്ഷൻ എലമെൻറ്റുകളാണ് നമ്മൾ ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ക്രോസ് സെക്ഷൻ എലമെൻറ്റിലെ മൂന്നാമത്തതായ വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കാരേജ് വേ എന്ന് പറയുന്ന എലമെൻറ്റാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കാരേജ് വേ എന്ന് പറഞ്ഞാൽ ആ റോഡ് നമ്മൾ സാധാരണ കാണുന്ന റോഡിൻ്റെ വീതി, അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഒരു റോഡിൻ്റെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വീതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ പോകുന്ന വെഹിക്കിൾസിൻ്റെ മാക്സിമം വിഡ്ത്ത് അനുസരിച്ചാണത്. ആ മാക്സിമം വിഡ്ത്ത് വരുന്ന ഒരു വെഹിക്കിൾ അതിലൂടെ പാസ് ചെയ്യും വേണം, കുറച്ചൊരു ക്ലിയറൻസും വേണം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ റോഡിൻ്റെ വിഡ്ത്ത് കൊടുക്കാറ്. IRC റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വെഹിക്കിൾസിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 2.44 മീറ്ററാണ്. അപ്പോൾ 2.44 മീറ്റർ വീതിയിലൊരു വെഹിക്കിൾ അതിനകത്ത് കൊള്ളണം, പ്ലസ് രണ്ട് സൈഡിലും കുറച്ച് ക്ലിയറൻസ് കൊടുക്കണം. ആ ക്ലിയറൻസ് ഒരു സിംഗിൾ ലൈൻ റോഡാണെങ്കിൽ ഒരു മിനിമം 0.68ഉം അതുപോലെ തന്നെ ഡബിൾ ലൈൻ റോഡാണെങ്കിൽ അതിനകത്തൊരു മിനിമം 1.02 ആണ് കൊടുക്കേണ്ടത്. അത്രയും മീറ്ററാണ് ക്ലിയറൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് കാണാം ഈ ആദ്യത്തെ സിംഗിൾ ലൈൻ റോഡാണ്. അപ്പോൾ അതിനകത്ത് 2.44 മീറ്റർ വീതിയിലുള്ള വെഹിക്കിൾ പ്ലസ് രണ്ട് സൈഡിലും ഒരു 0.68 കൊടുക്കുക. അതേപോലെ തന്നെ ഡബിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ 2.44ൻ്റെ രണ്ട് വെഹിക്കിൾ പോകണം, അതിൻ്റെ ഇടയിലുള്ള ഒരു ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ ഒരു 1.02 ഒരു മിനിമം ക്ലിയറൻസ് ആയിട്ട് കൊടുക്കും വേണം. അപ്പോൾ ഇത് വരുമ്പോൾ എത്രയാണ് ആ ലെങ്ത്ത് വരും നോക്കുക. അപ്പോൾ അത് മിനിമം റോഡിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കാരേജ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാം, ഇതൊരു റോഡിൻ്റെ ഇതിലിവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് കാരേജ് വേ എന്നുള്ളത് ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള ലെങ്ത്ത് കാണിച്ചിട്ടുള്ള കാരേജ് വേ അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു 2 വേ റോഡാണത്. ഇനി നമ്മൾ ഓരോ റോഡിലും സാധാരണ കൊടുക്കുന്ന കാരേജ് വേൻ്റെ വിഡ്ത്ത്, ഒരു സിംഗിൾ ലൈൻ റോഡാണെന്നുണ്ടെങ്കിൽ അതിൽ സാധാരണ 3.75 മീറ്ററാണ് വിഡ്ത്ത് കൊടുക്കാറ്, റോഡിൻ്റെ വിഡ്ത്ത് കൊടുക്കുക. ഇപ്പോൾ 2 ലൈൻ കെർബ് ഇല്ലാത്ത 2 ലൈൻ ആണെന്നുണ്ടെങ്കിൽ, 2 ലൈൻ വിത്തൗട്ട് കെർബ് ആണെന്നുണ്ടെങ്കിൽ അത് 7 മീറ്റർ. അതുപോലെ തന്നെ 2 ലൈൻ വിത്ത് റേസ്ഡ് കെർബ് ആണെങ്കിൽ 7.5 മീറ്റർ കൊടുക്കാറുണ്ട്. ഇൻ്റർമീഡിയറ്റ് കാരേജ് ആണെങ്കിൽ 5.5 മീറ്റർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ലൈൻ റോഡാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് എക്സ്പ്രസ് വേ പോലുള്ള മൾട്ടി ലൈൻ ആണെങ്കിൽ അതിൽ ഓരോ ലൈനും 3.5 മീറ്റർ കൊടുക്കണം. ഓരോ ലൈനും 3.5 മീറ്റർ കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ എലമെൻറ്റിലെ 4-ാമത്തതാണ് ട്രാഫിക് സെപ്പറേറ്റർ, മീഡിയൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞ ഡിവൈഡർ. ഈ ഫിഗറിനകത്ത് ഇപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഗ്രീൻ കളർ സെൻറ്ററിൽ കാണുന്നതാണ് ഡിവൈഡർ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് റോഡുകൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 2 വേ റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് റോഡിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ സെൻറ്ററിൽ കൊടുക്കുന്നതാണ് ഡിവൈഡർ എന്ന് പറയുന്നത്. ആ ഡിവൈഡർ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ 2 വേയിൽ വെഹിക്കിൾസ് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹെഡ് ഓൺ കൊളീഷൻ ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൊടുക്കുന്നത്. രണ്ടാമത് രണ്ട് റോഡിനെയും സെപ്പറേറ്റ് ആയിട്ട് ചാനലൈസ് ചെയ്യാൻ. മൂന്നാമത് പ്രിവെൻറ്റ് അൺനെസസറി ക്രോസിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിവൈഡർ ഇല്ലാന്നാണെങ്കിൽ എവിടെയും വെഹിക്കിൾസ് ഉടനെ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. തോന്നിയ പോലെ വെഹിക്കിൾസ് ക്രോസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഡിവൈഡർ കൊടുത്താൽ. അതേപോലെ തന്നെ ഇപ്പോൾ സ്ലോ മൂവിങ് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഡിവൈഡർ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ട്രാഫിക് സെപ്പറേറ്റർ അല്ലെങ്കിൽ ഡിവൈഡറിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റോഡിൽ ഡിവൈഡർ കൊടുക്കുന്നത് നമ്മൾ 3 തരത്തിൽ കൊടുക്കാറുണ്ട്. ഒന്ന് സാധാരണ നമുക്കെന്തൊരു ഇപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാർക്കിങ്ങളായിട്ട് പേയ്മെൻറ്റ് മാർക്കിങ്ങളായിട്ട് കാണിക്കാം. അതല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫിസിക്കൽ ഡിവൈഡർ ചെറിയൊരു കുഞ്ഞു മതിലായിട്ട് കാണിക്കാം, ഈ 2-ാമത്തെ ഫിഗറിൽ കാണിക്കുന്ന പോലെ. അതല്ലെങ്കിൽ ഇപ്പോൾ 3-ാമത്തെ ഫിഗർ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒരു ഏരിയ. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ വിഡ്ത്ത് ഓഫ് റോഡ്. കാരണം സ്മോൾ റോഡുകളൊക്കെ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കാറ്. ഒന്നുകൂടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഹൈവേക്ക് ആണെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഫിസിക്കൽ ബാരിയേഴ്സ് കൊടുക്കാറുണ്ട്. ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ എക്സ്പ്രസ് വേ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഡിവൈഡർ ഒരു ഏരിയ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഏരിയ എടുത്ത് നമ്മൾ സാധാരണ കാണുന്നതാണ്, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ 3 തരത്തിൽ നമുക്ക് ഡിവൈഡേഴ്സ് കൊടുക്കാം.
ഇനി IRC റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഡിവൈഡർ സാധാരണ 5 മീറ്റർ വേണം എന്നുള്ളതാണ്. പക്ഷെ അത് റൂറൽ ഏരിയസിലാണെങ്കിൽ, ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ അത് 3 മീറ്റർ ആക്കി നമുക്ക് കുറക്കാം. ഇനി ഈ ഡിവൈഡർ ബ്രിഡ്ജിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്രിഡ്ജിനകത്ത് ഡിവൈഡർ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ സാധനം 1.2 മീറ്റർ കൊടുത്താൽ മതിയോ. അപ്പോൾ ഇതാണ് മീഡിയൻ അല്ലെങ്കിൽ ഡിവൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 5ാമത്തെ ക്രോസ് സെക്ഷൻ എലമെൻ്റാണ് കെർബ് എന്നാണ്. കെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ എൻഡിൽ റോഡും അവിടെയുള്ള ഫുട്പാത്തും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കുഞ്ഞു മതിൽ പോലെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പെയിൻ്റ് അടിച്ച് കാണാം. അതാണ് കെർബ് എന്ന് പറയുന്നത്. അത് ശരിക്കും ആ റോഡിൻ്റെ ബൗണ്ടറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ആ കെർബുകൾ നമ്മൾ 4 തരത്തിൽ കൊടുക്കാറുണ്ട്. ലോ ഓർ മൗണ്ടബിൾ ടൈപ്പ് കെർബ് ഉണ്ട്, സെമി ബാരിയർ ടൈപ്പ്, ബാരിയർ ടൈപ്പ്, അതുപോലെ തന്നെ സബ്മറീൻ. 4 ടൈപ്പ് കെർബുകൾ കാണാറുണ്ട്. ഫസ്റ്റ് വൺ മൗണ്ടബിൾ അല്ലെങ്കിൽ ലോ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ചെറിയൊരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു സാധനം. അപ്പോൾ അത് അങ്ങനെ കൊടുത്താലെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവേഴ്സിന് അതിൻ്റെ വെഹിക്കിൾ വേണമെങ്കിൽ അതിലൂടെ ഓടിച്ച് അപ്പുറത്ത് ഈ ഫുട്പാത്തിലേക്ക് വെഹിക്കിൾ കയറ്റാൻ പറ്റും, കാരണം ചെറിയതാണ്. ഇനി സെമി ബാരിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹൈറ്റ് കൂടും, ഒരു 15 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതിലൂടെ വെഹിക്കിൾ ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഫിഗർ കാണുന്ന പോലെയാണ് കൊടുക്കുക, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്താൽ നമുക്കത് എമർജൻസി കേസിൽ അതിലൂടെ വെഹിക്കിൾ ക്യാരി ചെയ്യാൻ പറ്റും. 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബാരിയർ ടൈപ്പാണ്. ഇത് 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകും. ഇതിലൊരിക്കലും വെഹിക്കിൾ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആ വെഹിക്കിളിൻ്റെ എൻട്രി കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിലാണിത് ഇതിൻ്റെ ഷേപ്പ് ഉള്ളത്. ഇനി ഇതിൽ 4th എന്ന് പറഞ്ഞാൽ സബ്മർജറാണ്. സബ്മർജർ നമുക്ക് മുകളിലേക്ക് കാണില്ല, താഴെ ആണ്. ഇത് സാധാരണ കൊടുക്കുന്നത് അവിടെയുള്ള സോയിലിനെ കൺഫേം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. റൂറൽ ഏരിയാസിൽ കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് 4 കെർബുകളുള്ളത്. അപ്പോൾ കെർബ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ബൗണ്ടറി കാണിക്കുന്ന, റോഡും അതുപോലെ തന്നെ ഫുട്പാത്തും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ചെറിയൊരു കുഞ്ഞു മതിൽ പോലെ കൊടുക്കുന്നതാണ്. ഇനി അതിലെ 6ാമത്തെ ക്രോസ് സെക്ഷൻ എലമെൻ്റാണ് റോഡ് മാർജിൻ. റോഡ് മാർജിൻ എന്നാൽ റോഡിൻ്റെ മെയിൻ വിഡ്ത്ത് കഴിഞ്ഞാൽ, വെഹിക്കിൾ പോകുന്ന വിഡ്ത്ത് കഴിഞ്ഞാൽ സൈഡിൽ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഒന്നാണ് ഷോൾഡർ എന്ന് പറയുന്നത്, റോഡിന് കുറച്ച് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്ന സാധനം. അതുപോലെ തന്നെ പാർക്കിംഗ് ലൈൻ, വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സ്പേസ്. ദെൻ സൈക്കിൾ ട്രാക്ക്, സൈക്കിൾ ട്രാഫിക് കൂടുതലുള്ള ചില സ്ഥലങ്ങൾ കാണാം, ഫോറിൻ കൺട്രീസിലെ കാണാം സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട്. അപ്പോൾ അവർക്ക് ആ സൈക്കിൾ ഓടിക്കാനായിട്ടൊരു പാത്ത്. ദെൻ ഫുട് പാത്ത്, ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ ഗാർഡ് റെയിൽ. ഇത്രയും കാര്യങ്ങളാണ് റോഡ് മാർജിനിൽ വരുന്നത്. അതിൽ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫിഗറിനകത്ത് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. റോഡ് കഴിഞ്ഞ് കുറച്ച് ഒരു സ്പേസ് ഉണ്ടാവും, അതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് റോഡിൻ്റെ ആ വൈറ്റ് ലൈൻ കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു സ്പേസ് എക്സ്ട്രാ ഉള്ളത്. ഈ ഷോൾഡർ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്, വെറുതെ കൊടുക്കുന്നതല്ല. സാധാരണ കൊടുക്കുന്നത് എമർജൻസി ലൈനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇത് വരികയാണെങ്കിൽ, ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ അങ്ങനെ എമർജൻസി ലൈനായിട്ട് ആ ഷോൾഡർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ സർവീസ് ലൈൻ ഫോർ ബ്രേക്ക് ഡൗൺ വെഹിക്കിൾ. ഇപ്പോൾ വെഹിക്കിൾ കേട് വന്നാൽ അതങ്ങ് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് IRC പറയുന്നത് ഇങ്ങനെ ഷോൾഡർ കൊടുക്കണമെങ്കിൽ മിനിമം ഒരു 2.5 മീറ്റർ വിടുത്ത് വേണമെന്നാണ്. സാധാരണ നമ്മൾ ഷോൾഡർ കൊടുക്കുമ്പോൾ അതിൻ്റെ സർഫസ് സാധാരണ റോഡിൽ നിന്നും കുറച്ചൊന്ന് റഫാക്കി കൊടുക്കണം. കാരണം ആ റോഡ് നമ്മുടെ സാധാരണ റോഡ് പോലെ തന്നെ സ്മൂത്ത് ആയാൽ എല്ലാ വെഹിക്കിൾസും അത് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂഷ്വൽ ട്രാഫിക് അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് റഫാക്കുന്നത്. അതുപോലെ തന്നെ കളറ് സാധാരണ റോഡിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഷോൾഡർ കൊടുക്കുക. അപ്പോൾ ഷോൾഡർ കൊടുക്കുകയാണെങ്കിൽ അത് 2.5 മീറ്റർ വേണം. അത് ബ്രേക്ക് ഡൗൺ വെഹിക്കിൾസും അതുപോലെ തന്നെ എമർജൻസി ലൈനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഇനി പാർക്കിംഗ് ലൈനാണ് അടുത്ത റോഡ് മാർജിനിൽ അടുത്ത്. പാർക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഈ വെഹിക്കിൾ കാണുന്ന പോലെ ഇങ്ങനെ റോഡിന് പാരലായിട്ട് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ പാരലൽ പാർക്കിംഗ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം ക്രോസ് പാർക്കിംഗ് കൊടുത്താൽ അത് വെഹിക്കിൾസ് അതിലേക്ക് എടുക്കുമ്പോഴും അതിൽ നിന്ന് ബാക്കോട്ട് എടുക്കുമ്പോഴും ഈ നമ്മുടെ ഉപയോഗിക്കുന്ന റോഡ് ക്രോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് കൂടും. അപ്പോൾ പാരലൽ പാർക്കിംഗ് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ IRC റെക്കമെൻഡ് ചെയ്യുന്നത് 3 മീറ്റർ വിടുത്ത് അതിന് കൊടുക്കണം എന്നാണ് പാർക്കിംഗ് ലൈൻ. നൗ റോഡ് മാർജിനിൽ വരുന്ന അടുത്താണ് സൈക്കിൾ ട്രാക്ക്. ഇത് നമുക്ക് ഇവിടെ നമ്മുടെ പ്രദേശത്ത് വളരെ കുറവാണ്. ഫോറിൻ കൺട്രീസിലെ കാണാം. സൈക്കിൾ ട്രാഫിക് കൂടുതലാണെങ്കിൽ നമ്മുടെ മെയിൻ റോഡിനോട് ചേർന്ന് ഒരു ചെറിയൊരു ട്രാക്ക് പോലെ കൊടുത്തിട്ടുണ്ടാവും സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, സൈക്കിൾ ട്രാക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഫിഗറിൽ കാണാം, ഈ എൻഡിൽ കാണിച്ചിരിക്കുന്നത് സൈക്കിൾ ട്രാക്കാണ്. അപ്പോൾ അത് സൈക്കിൾ ട്രാഫിക് കൂടുതലുള്ളവർത്താണ് അത് കൊടുക്കാറ്.
അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ലൈന് 2 മീറ്റർ വിടുത്തെങ്കിലും കൊടുക്കണം. അടുത്ത റോഡ് മാർജിൻ്റെ അടുത്താണ് ഫുട് പാത്ത്. ഫുഡ് എന്ന് പറഞ്ഞാൽ സൈഡ് വാക്ക്, ആളുകൾക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ റോഡിൻ്റെ ഇത് കഴിഞ്ഞ് ബൗണ്ടറി കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് ചെറിയൊരു ഏരിയ പോലെ കൊടുക്കുന്നതാണ് ഫുട് പാത്ത്. അത് പെഡസ്ട്രിയൻ ട്രാഫിക് ഉണ്ടെങ്കിൽ, നടക്കുന്ന ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും. ചില ടൗണിലൊക്കെ കാണാം, ഇപ്പോൾ ബസ് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരുപാട് ട്രാഫിക് ഉണ്ടാവും, പെഡസ്ട്രിയൻ ട്രാഫിക് ഉണ്ടാവും, ആളുകൾ നടക്കുന്നത്. അപ്പോൾ അവർക്ക് നടക്കാൻ വേണ്ടി ഒരു സ്മോൾ ഏരിയ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫുട്പാത്ത് കൊടുക്കുകയാണെങ്കിൽ അത് IRC റെക്കമെൻഡ് ചെയ്യുന്നത് 1.5 മീറ്ററെങ്കിലും വേണമെന്നാണ്. നൗ റോഡ് മാർജിനിൽ വരുന്ന ഒന്നാണ്, അതിൽ ലാസ്റ്റ് ഒന്നാണ് ഗാർഡ് റെയിൽ. ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇതുപോലെ കാണാം. ഇപ്പോൾ റോഡ് അതർ ഗ്രൗണ്ടിൽ നിന്ന് റോഡ് കുറച്ച് പൊങ്ങിയിട്ടാണെങ്കിൽ വെഹിക്കിൾസ് അതിൽ പോകുന്ന സമയത്ത് പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഗാർഡ് റെയിൽ കൊടുക്കും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ കൊടുക്കണം. പല രീതിയിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട്, പിന്നെ കോൺക്രീറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്, അങ്ങനെ പല രീതിയിൽ ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നത് എഡജിലാണ്, ഷോൾഡറിൻ്റെ ഒക്കെ എഡജിലായിട്ട് വെഹിക്കിൾസ് റൺ ഓഫ് ചെയ്തായിരിക്കണം, പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇതിന് ഒരു ഫംഗ്ഷനും കൊണ്ട് ഈ രാത്രി സമയത്ത് വിസിബിലിറ്റി കിട്ടാൻ റോഡിൻ്റെ. ഇപ്പോൾ കർവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് എക്സാക്റ്റ് റോഡ് വരുന്നത്, കർവ് എങ്ങനെ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഗാർഡ് റെയിൽ കൊടുത്ത് അതിനകത്ത് റിഫ്ലക്റ്റിംഗ് ലൈറ്റ് പെയിൻറ്റുകൾ കൊടുത്തിട്ട് അത് നൈറ്റ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാറുണ്ട്. അതാണ് റോഡ് മാർജിൻ. നൗ ക്രോസ് സെക്ഷൻ അലൈൻമെൻറ്റിലെ 7ാമത്തെ ഫാക്ടറാണ് വിഡ്ത്ത് ഓഫ് റോഡ് വേ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ എന്ന് പറയും. നമ്മൾ നേരത്തെ വിഡ്ത്ത് ഓഫ് റോഡ് പറഞ്ഞാണ്, അതിൽ നിന്ന് ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. വിഡ്ത്ത് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പോകുന്ന ആ ഒരു പാർട്ടിൻ്റെ മാത്രം വിഡ്ത്താണ്. ഇവിടെ വിഡ്ത്ത് ഓഫ് റോഡ് വേ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ വിഡ്ത്ത് പ്ലസ് ഷോൾഡറിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അതാണ് വിഡ്ത്ത് ഓഫ് റോഡ് വേ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് കാരേജ് വേ പ്ലസ് വിഡ്ത്ത് ഓഫ് ഷോൾഡർ എന്ന് പറയും. അതായത് നമ്മൾ റോഡ് മേലെ കാണുന്ന റോഡിൻ്റെ വിഡ്ത്ത്. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് ഈ യെല്ലോ ലൈനിൽ ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അതായത് സെൻട്രൽ കാണുന്നത് ഇപ്പോൾ 2 വേ റോഡാണ് പ്ലസ് ഈ ഷോൾഡർ, ഈ ടോട്ടൽ വിഡ്ത്തിനാണ് വിഡ്ത്ത് ഓഫ് റോഡ് വേ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ എന്ന് പറയും. അത് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ അതിന് IRC റെക്കമെൻഡ് ചെയ്യുന്നത് ഓരോ റോഡിനനുസരിച്ചും ഓരോ വിഡ്ത്താണ്. ഇപ്പോൾ NH റോഡ് അല്ലെങ്കിൽ SH ആണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ലൈൻ ആണെങ്കിൽ പ്ലെയിൻ ഏരിയയിൽ ലെവൽഡ് സർഫസ് ആണെങ്കിൽ 12 മീറ്റർ കൊടുക്കണം. എന്നാൽ അത് മൗണ്ടെയിൻ ഏരിയയിൽ സ്റ്റീപ്പ് ഏരിയയിലൊക്കെ ആണെങ്കിൽ 6.25 മതി. അതേപോലെ തന്നെ NH അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ ഡബിൾ ലൈൻ ആണെങ്കിൽ 12 മീറ്റർ, അത് സ്റ്റീപ്പ് ടെറൈൻ ആണെങ്കിൽ 8.8. ദെൻ MD മേജർ ഡിസ്ട്രിക്ട് റോഡ് സിംഗിൾ ലൈൻ ആണെങ്കിൽ 9 മീറ്റർ ആണ്, പ്ലെയിനിൽ മൗണ്ടൈനസ് ആണെങ്കിൽ അത് 4.7. അങ്ങനെ ഓരോ കേസിലും അതിന് കൊടുക്കേണ്ട വിഡ്ത്ത് ഓഫ് റോഡ് വേ എന്ന് പറയുന്നത് ഈ IRC റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്രോസ് സെക്ഷൻ എലമെൻറ്റിലെ ഒരു ടേമാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ആക്ച്വലി റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഏരിയ ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ ദി റോഡ് എന്നാണ്. നമ്മളൊരു സ്ഥലത്ത് റോഡ് കിട്ടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ അക്വയർ ചെയ്യുന്ന ടോട്ടൽ ആ ലാൻഡിൻ്റെ വിഡ്ത്ത്, അതാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മളെപ്പോഴും കാണാം, റോഡ് കഴിഞ്ഞ് കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മളത് ഉദ്ദേശിക്കുന്നത് ആ റോഡ് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണം, അതിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ റോഡിന് വേണ്ടി അക്വയർ ചെയ്ത ടോട്ടൽ ലാൻഡ്, അതിനെയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിനകത്ത് കാണാം, ഇപ്പോൾ ഇവിടെ ഈ റോഡ് കഴിഞ്ഞ് കുറച്ച് എക്സ്ട്രാ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആ 1 എൻഡ് ടു അതർ എൻഡ് അത്രയും ടോട്ടൽ ഏരിയ തന്നെയാണ് റൈറ്റ് ഓഫ് വേ. ഇവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ട് റൈറ്റ് ഓഫ് വേ എന്നുള്ളത്. ഓക്കെ, നൗ ഈ റൈറ്റ് ഓഫ് വേ കൊടുക്കുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ. വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മേലെ, നമ്മൾ മേലെ കാണുന്ന റോഡിൻ്റെ വിഡ്ത്ത്, അത് പ്ലസ് ബാക്കി ഏരിയയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ദെൻ ഹൈറ്റ് ഓഫ് എംബാങ്ക്മെൻറ്റ്. എംബാങ്ക്മെൻറ്റ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ റൈറ്റ് ഓഫ് വേ കൂട്ടണം എന്നാണ്. ദെൻ സ്ലോപ്പ് ഓഫ് എംബാങ്ക്മെൻറ്റ്, സൈഡ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ റിസർവ്ഡ് ലാൻഡ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റൈറ്റ് ഓഫ് വേ, നമ്മളൊരു സ്ഥലത്ത് റോഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അക്വയർ ചെയ്യേണ്ട ലാൻഡിൻ്റെ വിഡ്ത്ത് IRC റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓപ്പൺ ഏരിയ ആണെങ്കിൽ NH അല്ലെങ്കിൽ SH, നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ആണെങ്കിൽ 45 മീറ്ററാണ് പ്ലെയിനിൽ. അതുപോലെ തന്നെ സ്റ്റീപ്പ് ടെറൈൻ ആണെങ്കിൽ അവിടെ 24 മീറ്ററാണ് നമ്മൾ അക്വയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മേജർ ഡിസ്ട്രിക്ട് റോഡ് ആണെങ്കിൽ 25 മീറ്റർ, അതർ ഡിസ്ട്രിക്ട് റോഡ് ആണെങ്കിൽ 15, വില്ലേജ് റോഡ് ആണെങ്കിൽ 12 മീറ്റർ. ഇത്രയും വിഡ്ത്ത് നമ്മളവിടെ അക്വയർ ചെയ്യണം, അത്രയും സ്ഥലം കണ്ടെത്തണം.
ഇനി ഇതേ ഒരു റോഡ് നമ്മൾ ഉണ്ടാക്കുന്ന ബിൽട്ടപ്പ് ഏരിയ, കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഏരിയയിലാണ്, ടൗണിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ അവിടെ 30 മീറ്ററാണ് അക്യൂർ ചെയ്യേണ്ടത് പ്ലെയിൻ ഏരിയ ആണെങ്കിൽ. അതുപോലെ തന്നെ മേജർ ഡിസ്ട്രിക്ട് റോഡ് ആണെങ്കിൽ 20 മീറ്റർ. അങ്ങനെ ഓരോ റോഡിനനുസരിച്ചും അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് വേ എത്രയാണെന്നുള്ളത് IRC റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ വിഡ്ത്തും അല്ലെങ്കിൽ ലാൻഡ് അക്യൂർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് ക്രോസ് സെക്ഷണൽ അലൈൻമെൻറ്റിലെ ബാക്കി വരുന്ന 8 കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.